Hello learners, iPlus Training Solutions in UGC NET Management 2025 December Question Discussion Series like everyone swagatham. Question idana, low nurturing and low regulating leader behavior is called what? ഇതൊരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് കാണിക്കുന്ന ഒരു ഗ്രിഡ് ഉണ്ട്. അതിൽ ലോ നർച്ചറിങ്ങും അതുപോലെ ലോ റെഗുലേറ്റിങ്ങും ആയിട്ടുള്ള ലീഡർ ബിഹേവിയറിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: കൺസൾട്ടിംഗ് സ്റ്റൈൽ, സപ്പോർട്ടിംഗ് സ്റ്റൈൽ, ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ഡയറക്റ്റീവ് സ്റ്റൈൽ. നമ്മുടെ കറക്റ്റ് ആൻസർ ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ ആണ്. എങ്ങനെ വന്നു എന്നുള്ളത് നോക്കിയാലോ. According to situational leadership model by Hersey and Blanchard, leadership behavior is classified along two dimensions. അപ്പോൾ ഹേഴ്സി ആൻഡ് ബ്ലാങ്കാർഡ് പറയുന്ന അനുസരിച്ചിട്ട് സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡലിനെ നമുക്ക് രണ്ട് ഡയമെൻഷൻസിലാണ് തിരിക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ രണ്ട് ഡയമെൻഷൻസിന്റെ ബേസിസിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: നർച്ചറിങ്ങും റെഗുലേറ്റിംഗ്. ഓക്കെ, നർച്ചറിംഗ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പും, റെഗുലേറ്റിംഗ് ആകുമ്പോൾ ഡിറക്റ്റീവ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പും. അതിന്റെ ബേസിസിൽ 4 തരത്തിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്: ഡെലിഗേറ്റിംഗ്, സപ്പോർട്ടിംഗ്, കോച്ചിങ് ആൻഡ് ഡയറക്റ്റിംഗ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു അല്ലേ. അപ്പോൾ സപ്പോർട്ടീവ് ബിഹേവിയറും ഡയറക്റ്റീവ് ബിഹേവിയറിന്റെ ബേസിസിൽ ഈ 4 ക്ലാസിഫിക്കേഷൻസിൽ അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ പറയുന്ന അനുസരിച്ചിട്ട് ലീഡർഷിപ്പിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഡെലിഗേറ്റിംഗ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. അത് എന്തായിരുന്നു? ലോ സപ്പോർട്ടിംഗ് ആൻഡ് ലോ ഡയറക്റ്റീവ് ബിഹേവിയർ. നമ്മുടെ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന സപ്പോർട്ടും കുറവാണ്, അവർക്ക് കൊടുക്കുന്ന ഡിറക്ഷനും കുറവാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ബിഹേവിയർ ആണ് ഡെലിഗേറ്റിംഗ്. ഇനി സപ്പോർട്ടിംഗ് എങ്ങനെയാണ്? ഹൈ സപ്പോർട്ടീവ് ആൻഡ് ലോ ഡയറക്റ്റീവ്. നമ്മുടെ സബോർഡിനേറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടീവ് ടൈപ്പ് ബിഹേവിയർ കുറച്ച് ഹയർ ആയിരിക്കും. എന്നാൽ ഡയറക്റ്റീവ് ബിഹേവിയർ, അവർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ അവരെ ഒരു സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ലീഡ് ചെയ്യുക എന്നുള്ള ഒരു ബിഹേവിയർ ലോയും ആയിരിക്കും. അതാണ് സപ്പോർട്ടിംഗ് സ്റ്റൈൽ. കോച്ചിങ് സ്റ്റൈലിലാണെന്നുണ്ടെങ്കിലോ ഹൈ ഡയറക്റ്റീവ് ആൻഡ് ഹൈ സപ്പോർട്ടീവ്. രണ്ടും ഹൈ ആണ്. ഡയറക്റ്റീവ് ബിഹേവിയറും ഹൈ ആണ്, സപ്പോർട്ടീവ് ബിഹേവിയറും ഹൈ ആണ് എന്നുണ്ടെങ്കിലാണ് കോച്ചിങ് സ്റ്റൈൽ വരുന്നത്. ദെൻ ഡയറക്റ്റിംഗ് ആണെങ്കിലോ ഹൈ ഡയറക്റ്റീവ് ആൻഡ് ലോ സപ്പോർട്ടീവ്. ഡയറക്റ്റീവ് ഹൈ ആണ്, എന്നാൽ സപ്പോർട്ടീവ് ബിഹേവിയർ ലോയും ആണ്. അങ്ങനെ വരുമ്പോഴാണ് ഡയറക്റ്റിംഗ് സ്റ്റൈൽ വരുന്നത്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ്ങിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ടൈപ്പാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: a conscious belief that only the host country managers can ever really understand the culture and behavior of the host country market. It refers to which of the following top executives value? Question എങ്ങനെയായിരുന്നു? ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ബിലീഫാണ്. എങ്ങനത്തെ ബിലീഫാണ്? ഓൺലി ആ ഒരു ഹോസ്റ്റ് കൺട്രി മാനേജേഴ്സിന് മാത്രമേ ആ ഹോസ്റ്റ് കൺട്രി മാർക്കറ്റിന്റെ കൾച്ചറും ബിഹേവിയറും, ദാറ്റ് മീൻസ് അവിടുത്തെ നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു കൺസ്യൂമർ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള രീതിയിൽ അവരുടെ ബിഹേവിയറും കൾച്ചറും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു ഹോസ്റ്റ് കൺട്രിയിലെ മാനേജറിന് മാത്രമേ മനസ്സിലാകുള്ളൂ എന്നുള്ളൊരു കോൺഷ്യസ് ബിലീവിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എത്നോസെൻട്രിക്, ജിയോസെൻട്രിക്, പോളിസെൻട്രിക് ആൻഡ് എഗോസെൻട്രിക്. എന്താണ് ആൻസർ? കേൾക്കുമ്പോൾ തന്നെ അറിയാം, പോളിസെൻട്രിക് ആണ്. ഇത് എത്നോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ ഹോം കൺട്രിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതെന്തായാലും വരത്തില്ല. ജിയോസെൻട്രിക് ആണെങ്കിൽ എല്ലാ കൺട്രീസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാ റീജിയൻസിനും. ആ ഒരു ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മൾ ശരിക്കും മാർക്കറ്റിങ്ങിലും HR-ലുമാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ HR-നെ സെലക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, റിസോഴ്സസിനെ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണെങ്കിലും, പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉള്ള അപ്രോച്ചുകളാണ് ഇവിടെ പറയുന്നത് ശരിക്കും. അപ്പോൾ എത്നോസെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം കൺട്രി എത്നിസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ജിയോസെൻട്രിക് ആണെന്നുണ്ടെങ്കിൽ ഹോൾ കൺട്രീസ് എന്നല്ല, ഹോൾ ഗ്ലോബിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പോളിസെൻട്രിക് ആണ് ഹോസ്റ്റ് കൺട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പെട്ടെന്ന് നോക്കാം. എത്നോസെൻട്രിക്: the subsidiary must comply with the default policies and procedure of the headquarters. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണോ, പാരന്റ് കമ്പനി എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ പറയുന്ന അനുസരിച്ചിട്ട് വേണം മറ്റുള്ള അവരുടെ ബ്രാഞ്ചുകളും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്. ദെൻ റീജിയോസെൻട്രിക് ആണെങ്കിലോ it is the belief that countries existing in the same geographic region have economic, social, cultural or political similarities. ഒരേ ജിയോഗ്രാഫിക് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന് എക്കണോമിക് ആണെന്നുണ്ടെങ്കിലും, സോഷ്യലി നോക്കുവാണെങ്കിലും, കൾച്ചറലി ആണെന്നുണ്ടെങ്കിലും, പൊളിറ്റിക്കലി നോക്കുവാണെന്നുണ്ടെങ്കിലും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം ഏത് റീജിയണിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഏത് റീജിയണിലാണോ നമ്മുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ്. ദെൻ പോളിസെൻട്രിക് ആണെങ്കിലോ with a polycentric orientation, marketing strategies are based on the economic, political or cultural disparities of the countries where subsidiaries are located. നമ്മുടെ സബ്സിഡിയറി എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതാണ് ഹോസ്റ്റ് കൺട്രി അല്ലേ. അപ്പോൾ ആ ഹോസ്റ്റ് കൺട്രീൻ്റെ
കാര്യങ്ങൾക്ക് അവരുടെ എക്കണോമിക് അല്ലെങ്കിൽ കൾച്ചറൽ ബിഹേവിയറിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് പോളിസെൻട്രിക് അപ്രോച്ച് പറയുന്നത്. ജിയോസെൻട്രിക് ആണെന്നുണ്ടെങ്കിലോ മീൻസ് ദ കമ്പനി സീസ് ദ ഹോൾ വേൾഡ് ആസ് എ പൊട്ടൻഷ്യൽ മാർക്കറ്റ്, ലോകത്തിനെ മൊത്തം ഒരൊറ്റ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുമെന്ന്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ആക്ച്വലി എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഇന്റർനാഷണൽ ബിസിനസ്സിലും മാർക്കറ്റിംഗിലും എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. As per Accounting Standard 22, deferred tax liability arises when. Accounting Standard 22 പറയുന്ന അനുസരിച്ചിട്ട് deferred tax liability എപ്പോഴാണ് arise ആകുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. Accounting income is less than taxable income. Accounting income is more than taxable income. Accounting income is equal to taxable income, and there is an accounting loss but a taxable income. Okay. അപ്പോൾ deferred tax liability arise ആകുന്നത് അക്കൗണ്ടിങ് ഇൻകം ടാക്സബിൾ ഇൻകത്തിനേക്കാളും കൂടുതലാകുന്ന സമയത്താണ്. അതായത് നമുക്കൊരു ടാക്സ് ലൈബിലിറ്റി അവിടെ വരുവാണ്. നമ്മളെപ്പോഴും ടാക്സ് പേ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. അതിനെയാണ് നമ്മൾ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ ഇൻകം. അപ്പോൾ ചില സമയത്ത് മേ ബി ഇൻഡിവിജ്വൽസ് ആണെന്നുണ്ടെങ്കിലും കമ്പനീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്, അവരുടെ ഇൻകത്തിനെ കുറച്ച് കാണിക്കും, അപ്പോൾ അതിന് കുറച്ച് ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ അത് എപ്പോഴേലും വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഓഡിറ്റിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ആ ഒരു ഇൻകത്തിൻ്റെ മേൽ ടാക്സ് പേ ചെയ്യാനായിട്ട് നമ്മൾ ലൈബിൾ ആണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി ആയിട്ട് കിടക്കും. അപ്പോൾ അക്കൗണ്ടിങ് ഇൻകം ടാക്സബിൾ ഇൻകത്തിനേക്കാളും ഹയർ ആകുമ്പോഴാണ് ആ ഒരു ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി വരുന്നത്. ഓക്കെ. Deferred tax liability arises when a company will have to pay more tax in the future due to temporary differences between accounting income and taxable income. Accounting income taxable income വരുന്ന ഡിഫറൻസ് കാരണം ആ കമ്പനി ഫ്യൂച്ചറിൽ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. Specifically, a DTL arises when accounting income is greater than taxable income, meaning the company is reporting higher profits in books than what is currently taxable. So, taxes will be higher in future periods when the temporary differences reverse. Okay, clear ആയെന്ന് തോന്നുന്നു. സിമ്പിൾ ആയിട്ട് ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസഷൻ പറയുന്നു, മോസ്റ്റ് ഫാസ്റ്റ് ഗ്രോത്ത് ഓൺട്രപ്രണറിയൽ വെഞ്ചേഴ്സ് ഓർഗനൈസേഴ്സ് ആസ്ക് corporations or limited liability companies rather than a sole proprietorship or partnership. മിക്കവാറും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓൺട്രപ്രണറിയൽ വെഞ്ചേഴ്സ് എല്ലാം പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന ഓൺട്രപ്രണറിയൽ വെഞ്ചേഴ്സ് എല്ലാം തന്നെ കോർപ്പറേഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീസ് ആയിട്ടോ ആണ് ഓർഗനൈസ് ചെയ്യുന്നത്, അല്ലാതെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടോ പാർട്ണർഷിപ്പ് ആയിട്ടോ അല്ല. അല്ലെങ്കിൽ ഈ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മിക്കവാറും ഉള്ള പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഓൺട്രപ്രണറിയൽ സ്റ്റാർട്ടപ്സോ വെഞ്ചേഴ്സോ എല്ലാം തന്നെ ലിമിറ്റഡ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ കോർപ്പറേഷൻസോ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇതാണ് അസഷനിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. റീസൺ പറയുന്നു, ബിസിനസ് ലോസസ് ഓഫ് എ കോർപ്പറേഷൻ can be deducted against the shareholders other sources of income. അപ്പോൾ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റും അസഷനും റീസണും വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ ഒരു റീസണിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ. ഒരു കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ആ കമ്പനീന്റെ ലോസസ് ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സിന്റെ മറ്റുള്ള സോഴ്സസ് ഓഫ് ഇൻകത്തിൽ നിന്ന് ഇത് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ആ ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ മറ്റ് ഇൻകത്തിൽ നിന്ന് അവരുടെ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് എടുത്ത് ഈ ലൈബിലിറ്റീസ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കമ്പനി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുവാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ അവരുടെ അസറ്റ് ഒന്നും ഒരിക്കലും കമ്പനീന്റെ അസറ്റ് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലിമിറ്റഡ് ലൈബിലിറ്റി ആണ് വരുന്നത്. എന്നാൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനും പാർട്ണർഷിപ്പും ആണ്. പാർട്ണർഷിപ്പ് രണ്ട് തരത്തിലും വരാം. ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. എന്നാലും നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അവരുടെ മറ്റു സോഴ്സ് ഓഫ് ഇൻകം അതിലോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ. അപ്പോൾ റീസണിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. ഷെയർ ഹോൾഡേഴ്സ് എന്ന് അവിടെ എടുത്ത് പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഡൗട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഷെയർ ഹോൾഡർ എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ പേഴ്സണൽ ഇൻകം ഒരിക്കലും കമ്പനീന്റെ ലോസസ് അല്ലെങ്കിൽ ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ റീസൺ തെറ്റാണ്. അസഷൻ ആണെന്നുണ്ടെങ്കിലോ മോസ്റ്റ് ഫാസ്റ്റ് ഗ്രോത്ത് ഓൺട്രപ്രണറിയൽ വെഞ്ചേഴ്സ് ഓർഗനൈസേഴ്സ് ആസ് കോർപ്പറേഷൻസ് ഓർ ലിമിറ്റഡ് ലൈബിലിറ്റി കമ്പനീസ് റാദർ ദാൻ ആ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഓർ പാർട്ണർഷിപ്പ് കറക്റ്റ് ആണ്. സോ അസഷൻ കറക്റ്റ് ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. ഓക്കെ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്.
fast growing ventures prefer corporations or limited liability companies because these structure limit personal liability, allow easier access to capital and facilitate growth and expansion. അപ്പോൾ മിക്കവാറും ഉള്ള entrepreneurial ventures എല്ലാം ഈ ഒരു കമ്പനീസ് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈബിലിറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലൈബിലിറ്റി അവർക്ക് വരുന്നില്ല, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിയാണ്, ഗ്രോത്തിനും എക്സ്പാൻഷനും ഒക്കെ ഉള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര ഹയറുമാണ്. അതുകൊണ്ടാണ് മിക്കവാറും ഉള്ള ഓണ്ടർപ്രണേഴ്സ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസൺ തെറ്റാണ്. ഇൻ കോർപ്പറേഷൻസ് ബിസിനസ് ലോസസ് ആർ ജനറലി നോട്ട് ലയബിൾ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following strategy is generally adopted by a market challenger firm? ഒരു മാർക്കറ്റ് ചാലഞ്ചർ ഫേം പൊതുവെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഫോളോ അറ്റ് എ ഡിസ്റ്റൻസ്, ഇൻഡയറക്റ്റ് അറ്റാക്ക്, മൾട്ടിപ്പിൾ നിഷിംഗ് ആൻഡ് പ്രൊട്ടക്ട് മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഈ ഒരു ആൻസർ അല്ല ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കേ. മാർക്കറ്റ് ചാലഞ്ചർ ഫേം, നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ഒന്നും അറിയില്ല എന്ന് തന്നെ വിചാരിച്ച് നോക്കുക. മാർക്കറ്റ് ചാലഞ്ചർ ഫേം, മാർക്കറ്റിനെ ചാലഞ്ച് ചെയ്യുന്ന, കോമ്പറ്റീറ്റേഴ്സിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരു ഫേം പൊതുവെ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജി ഏതായിരിക്കും? ഫോളോ അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ചാലഞ്ച് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. അപ്പോൾ ഓപ്ഷൻ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 4 പറയുന്നത് നോക്കിക്കേ, പ്രൊട്ടക്ട് മാർക്കറ്റ് ഷെയർ, നമ്മുടെ മാർക്കറ്റ് ഷെയർ പ്രൊട്ടക്ട് ചെയ്യുക. എഗെയിൻ നമ്മൾ മാർക്കറ്റിനെ ചാലഞ്ച് ചെയ്യുവാണ്, അപ്പം നമ്മൾ സേഫ് സോണിലായിരിക്കില്ലല്ലേ കളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4ഉം വരാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻസേ ഉള്ളൂ, ഓപ്ഷൻ 2ഉം 3ഉം. അതിലൊന്നും കൂടെ തിങ്ക് ചെയ്താൽ ഇൻഡയറക്റ്റ് അറ്റാക്ക് ആണ് എന്നുള്ളത് ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. Market challenger is a firm that is second in the market and wants to increase its share by challenging the market leader. അപ്പോൾ മാർക്കറ്റ് ചാലഞ്ചർ ഫേം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഡസ്ട്രി എടുക്കുക, അതിൽ 2 ഫേംസ്, ഒന്ന് ഫ്രണ്ടിലും ഒന്ന് അതിൻ്റെ തൊട്ട് ബാക്കിലും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫേമിനെ ചാലഞ്ച് ചെയ്യുന്ന രണ്ടാമത്തെ ഫ്രണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ഫേമിനെയാണ് നമ്മൾ മാർക്കറ്റ് ചാലഞ്ചർ ഫേം എന്ന് പറയുന്നത്. അവർ പൊതുവേ ചാലഞ്ച് ചെയ്യുന്നത് ആ ഒരു മാർക്കറ്റ് ലീഡർ, അവരുടെ മെയിൻ കോമ്പറ്റീറ്ററിനെയാണ്. ടിപ്പിക്കൽ സ്ട്രാറ്റജീസ് ഫോർ എ മാർക്കറ്റ് ചാലഞ്ചർ ഇൻക്ലൂഡ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ചാലഞ്ചർ ഫേം പൊതുവേ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഇതൊക്കെയാണ്. ഡയറക്റ്റ് അറ്റാക്ക് ഓൺ ദ മാർക്കറ്റ് ലീഡർ, മാർക്കറ്റ് ലീഡറിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുക. ദെൻ ഇൻഡയറക്റ്റ് അറ്റാക്സ് ലൈക്ക് ഫോക്കസിങ് ഓൺ വീക്കർ സെഗ്മെന്റ്സ് ഓഫ് നിഷ് ഏരിയാസ്. ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു മാർക്കറ്റ് ലീഡറിൻ്റെ വീക്കർ സെഗ്മെന്റ്സ് മേ ബി അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസും ഒക്കെ കൊണ്ടുവരുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ HR ആയിരിക്കാം, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ്സ് ആയിരിക്കാം, whatever it is, അല്ലെങ്കിൽ ഫൈനാൻസ് എന്താണെങ്കിലും അവരുടെ വീക്കർ സെഗ്മെന്റിനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിഷ് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിനെ അറ്റാക്ക് ചെയ്യുകയും, ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ ഫ്രണ്ടൽ അറ്റാക്ക്, ഫ്ലാങ്കിങ് അറ്റാക്ക്, എൻസർക്കംമെന്റ് ഓർ ഗൊറില്ല ടാക്ടിക്സ്, ഇതെല്ലാം തന്നെ ഒരു മാർക്കറ്റ് ചാലഞ്ചർ ഫേം ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. ഇതിൽ നമ്മൾ ആ ഒരു 3rd പോയിന്റ് പറഞ്ഞില്ലേ, ആ 4 തന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഫോളോ അറ്റ് എ ഡിസ്റ്റൻസ് ഇസ് എ സ്ട്രാറ്റജി ഫോർ എ മാർക്കറ്റ് ഫോളോവർ, നോട്ട് എ മാർക്കറ്റ് ചാലഞ്ചർ. അപ്പോൾ ഒരു ഡിസ്റ്റൻസിൽ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഫോളോവർ ചെയ്യുന്ന കാര്യമാണ്. Then indirect attack commonly adopted by a market challenger, നമ്മൾ പറഞ്ഞതുപോലെ. Then multiple niching, this is usually a strategy of a market follower or niche player. ഒരു നിഷ് പ്ലെയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഫോളോവറിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് മൾട്ടിപ്പിൾ നിഷിംഗ് എന്ന് പറയുന്നത്. Then protect market share, strategy of a market leader, not a market challenger. ഒരു മാർക്കറ്റ് ലീഡർ ആണ് മാർക്കറ്റ് ഷെയർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ എത്രയാണോ അത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ൽ തന്നിട്ടുള്ള കാറ്റഗറീസ് ഇതൊക്കെയാണ്. ഡിഫൻഡേഴ്സ്, പ്രോസ്പെക്ടേഴ്സ്, അനലൈസർ, റിയാക്ടർ. ദെൻ ലിസ്റ്റ് 2ൽ സ്ട്രാറ്റജിക് ഡിസ്ക്രിപ്ഷൻ, ഇതെന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കുവാണ്. ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് സ്ലേവ് ഓഫ് ദെയർ എൻവയോൺമെന്റ്. ദെൻ എക്സ്പ്ലോയിറ്റ് നിഷസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ദെൻ കോസ്റ്റ് കൺട്രോൾ ആസ് പ്രൈമറി ഫോക്കസ്. ദെൻ ഇന്നോവേഷൻ. ഓക്കെ, ഇത് ഒന്നും കൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ പറയുന്നു, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി 1ലുള്ള എ പറയുന്നു ഡിഫൻഡേഴ്സ്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് സ്ലേവ് ഓഫ് ദെയർ എൻവയോൺമെന്റ്, എക്സ്പ്ലോയിറ്റ് നിഷസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്, ഇന്നോവേഷൻ, കോസ്റ്റ് കൺട്രോൾ ആസ് എ പ്രൈമറി ഫോക്കസ്. കോസ്റ്റ് കൺട്രോളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കോസ്റ്റ് കൺട്രോൾ ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിലിറ്റിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. ഒന്ന് ഡിഫെൻഡ് ചെയ്യുവാണ്. അപ്പം A3 ആണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും ഓപ്ഷൻസ് വരുന്നില്ല. ഇനി അതല്ല വേറൊരെണ്ണം എടുത്ത് നോക്കാം നമുക്ക്. റിയാക്ടർ എങ്ങനെയാണ്? ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് സ്ലേവ് ഓഫ് ദെയർ എൻവയോൺമെന്റ്. ആ ഒരു എൻവയോൺമെന്റിൽ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്, റിയാക്ട് ചെയ്യുന്നതാണ് റിയാക്ടർ അല്ലേ. ദെൻ അനലൈസർ ആരാണ്? ഇന്നോവേഷൻ. അനലൈസർ ഇന്നോവേഷൻ അല്ല. എക്സ്പ്ലോയിറ്റ് നിഷസ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. യെസ്, മാർക്കറ്റ് പ്ലേസിനെ അനലൈസ് ചെയ്തിട്ട് അതിലെ നിഷ് ഏതാണ്, ആ ഒരു ഗ്യാപ്പ് ഏതാണ്, എവിടെയാണ് നമുക്ക് എക്സാക്ട്ലി പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്നവരാണ് അനലൈസർ. ദെൻ പ്രോസ്പെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലോ
ഇന്നോവേറ്റീവ് ആയിട്ട് പ്രോസ്പെക്ട് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റും സർവീസും ഒക്കെ കൊണ്ടുവരുന്നവരാണ് പ്രോസ്പെക്ടേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എൻട്രീസ് ഇൻ ടു ദ സെൽസ് ഓഫ് എ കണ്ടിജൻസി ടേബിൾ ഷുഡ് ബി. ഒരു കണ്ടിജൻസി ടേബിളിൽ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ആയിരിക്കണം, അതിൽ സെൽസിലോട്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ആയിരിക്കണം? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഫ്രീക്വൻസീസ്, മീൻ വാല്യൂസ്, പെർസെൻറ്റേജസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇതിൽ കറക്റ്റ് ആൻസർ ഫ്രീക്വൻസീസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു കണ്ടിജൻസി ടേബിളിലോട്ട് നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജസോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡമോ മീൻ വാല്യൂ ഒന്നുമല്ല, ഫ്രീക്വൻസി തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും സിമ്പിളായിട്ട്. എ കണ്ടിജൻസി ടേബിൾ, ഓൾസോ കോൾഡ് ആസ് ക്രോസ് ടാബുലേഷൻ ടേബിൾ, ഈസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more കാറ്റഗറിക്കൽ വാരിയബിൾസ്. രണ്ടോ അതിലധികമോ കാറ്റഗറിക്കൽ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിജൻസി ടേബിൾ അല്ലെങ്കിൽ ക്രോസ് ടാബുലേഷൻ ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. The cells of a contingency table contain the observed frequencies of cases that fall into each combination of categories. ഓരോ കാറ്റഗറിക്കകത്തും എത്ര കൗണ്ട് ആണ്, എത്ര ഫ്രീക്വൻസി ആണ് വരുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. These frequencies are later used to compute expected frequencies and apply tests like the chi-square test of independence. chi-square test ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻ്റർ ചെയ്ത ഫ്രീക്വൻസീസ് പിന്നീട് ഉപയോഗിക്കുന്നത്. മീൻ വാല്യൂസ് ആർ യൂസ്ഡ് ഫോർ ന്യൂമറിക്കൽ ഡേറ്റ, നോട്ട് കാറ്റഗറിക്കൽ ക്രോസ് ടാബുലേഷൻ. മീൻ വാല്യൂസ് ന്യൂമറിക്കൽ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്രോസ് ടാബുലേഷൻസിന് വേണ്ടിയിട്ടല്ല. Then percentages may be derived from frequencies but are not the basic entries. ഈ ഒരു ഫ്രീക്വൻസിൻ്റെ ബേസിസിൽ ഇത്ര പെർസെൻറ്റേജ് ഈ ഒരു കാറ്റഗറിയിൽ വന്നു എന്നൊക്കെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല. Then degrees of freedom, this is a value calculated for statistical test, not as a table entry. Okay, അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഫ്രീക്വൻസീസ്. അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം BCG മെട്രിക്സിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കവാറും ഉള്ള സൈക്കിൾസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെന്നെങ്കിലുമൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് തന്നിട്ടൊക്കെ ചോദിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നോക്കാം നമുക്ക്. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ് ഏതാണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡോഗ്, സ്റ്റാർസ്, ക്യാഷ് കൗസ് ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക്. ഫീച്ചേഴ്സ് പറയുന്നത് യൂസ്ഡ് ടു ഫൈൻഡ് അതർ ഡെവലപ്പിംഗ് ബിസിനസ്സസ്, can be converted into stars, need heavy investment to finance their rapid growth, then harvested or divested from portfolio. ഇത് കാണുമ്പോൾ തന്നെ നോക്കിക്കേ, ആ ഒരു ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർസ്, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് പറയുന്നത് അല്ലേ. ഒന്നുകിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് നമ്മളതിനെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ മാർക്സിനെ സ്റ്റാർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമ്മൾ അങ്ങനെ അല്ല, ആ പോളിസീസ് ഒന്നും പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തില്ല, ആ ഒരു ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഡോഗ് ആയി പോകാനും സാധ്യതയുള്ളൂ. അങ്ങനെയുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം D2 ആണ്. D2 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ദെൻ ഡോഗ്സ് എന്താണ്? ഹാർവസ്റ്റഡ് ഓർ ഡൈവസ്റ്റഡ് ഫ്രം പോർട്ട്ഫോളിയോ. ആ ഡോഗ്സ് പ്രശ്നബാധിതരായിട്ടുള്ളൊരു SBUs ആണ്. അപ്പോൾ അതൊന്നുകിൽ നമുക്ക് അതിൽ നിന്ന് ഫുൾ പ്രോഫിറ്റ് അപ്പം തന്നെ ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്ന് അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാം, അതിനെ ഒഴിവാക്കി കളയുകയും ചെയ്യാം. അപ്പോൾ A4 ആണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഓപ്ഷൻ ആൻസർ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ദെൻ സ്റ്റാർസ് എന്താണ്? നീഡ് ഹെവി ഇൻവെസ്റ്റ്മെന്റ് ടു ഫൈനാൻസ് ദ റാപ്പിഡ് ഗ്രോത്ത്. അവരുടെ ആ ഒരു റാപ്പിഡ് ഗ്രോത്തിനെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. ക്യാഷ് കൗസ് ആണെങ്കിലോ യൂസ്ഡ് ടു ഫൈൻഡ് അതർ ഡെവലപ്പിംഗ് ബിസിനസ്. ക്യാഷ് കൗസ് നമുക്ക് ഏറ്റവും പ്രോഫിറ്റബിലിറ്റി തരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ തരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷിന് മറ്റുള്ള ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും മറ്റൊരു കാര്യങ്ങൾക്ക് മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ, ഒരെണ്ണം നമുക്ക് പ്രോപ്പറായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Generally, consumers undertake complex buying behavior in situations characterized by which one of the following? Again, ഈ ഒരു ബൈയിങ് ബിഹേവിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ഏത് ഏരിയയിൽ 4 എണ്ണത്തിൽ നിന്ന് ഇപ്പം നമ്മൾ കണ്ടതുപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതുപോലെയാണ് നേരത്തെ പറഞ്ഞില്ല, ലാസ്റ്റ് ചെയ്ത മാച്ച് ദ ഫോളോയിങ്ങിൽ നിന്ന് BCGയിൽ നിന്ന് ഏതെങ്കിലും ഒരു SBUൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ലൈവ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ എടുത്തിട്ട് അത് താഴെ പറയുന്നതിൽ ഏതിലാണ് വരുന്നത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഹൈ ഇൻവോൾവ്മെന്റ് ഇൻ പർച്ചേസ് ആൻഡ് ഫ്യൂ പെർസീവ്ഡ് ഡിഫറൻസസ് എമംഗ് ബ്രാൻഡ്സ്, ലോ ഇൻവോൾവ്മെന്റ് ഇൻ പർച്ചേസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് പെർസീവ്ഡ് ഡിഫറൻസസ് എമംഗ് ബ്രാൻഡ്സ്, high involvement in purchase and significant perceived differences among brands,
low involvement in purchase and few significant perceived differences among brands. അപ്പോൾ ഇവിടെ പറയുന്നത് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ബൈയിങ് ബിഹേവിയർ എപ്പോഴാണ് വരുന്നത്? ആ ഒരു ലോ ഇൻവോൾവ്മെന്റ് അല്ല എന്തായാലും. അപ്പോൾ നമുക്ക് 2, 4 എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഇൻവോൾവ്മെന്റ് ആണ്. 1 പറയുന്നത് ഹൈ ഇൻവോൾവ്മെന്റും ഫ്യൂ പെർസീവ്ഡ് ഡിഫറൻസസ് കുറവാണ്. 3 പറയുന്നത് ഇൻവോൾവ്മെന്റ് കൂടുതലാണ്, ആ ഒരു ഡിഫറൻസസും കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്. ആ ഒരു കൺസ്യൂമർ ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അയാളുടെ എഫേർട്ട്, ടൈമിംഗ് ഒക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് പ്രോഡക്റ്റ്സ് നമ്മൾ എടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡ്സ് തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് അവിടെ ഉണ്ട് താനും. ഓക്കെ, ഇതാണ് കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ. അപ്പം ഇതാണ് അക്കോർഡിംഗ് ടു ഫിലിപ്പ് കോട്ട്ലർ ആൻഡ് ഗ്രേ ആംസ്ട്രോങ്, കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ക്യാൻ ബി ക്ലാസിഫൈസ്ഡ് ബേസ്ഡ് ഓൺ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ആൻഡ് പെർസീവ്ഡ് ബ്രാൻഡ് ഡിഫറൻസസ്. ആ ഒരു കൺസ്യൂമർ എത്രത്തോളം ആ ഒരു പർച്ചേസിംഗ് ഡിസിഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നതിൻ്റെ ബേസിസിൽ, ബ്രാൻഡുകൾ തമ്മിലുള്ള ഡിഫറൻസസിൻ്റെ ബേസിലും 4 ടൈപ്പ് ഓഫ് ബൈയിങ് ബിഹേവിയർ ആണ് വരുന്നത്. കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ, വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ, ഡിസണൻസ് റെഡ്യൂസിംഗ് ബൈയിങ് ബിഹേവിയർ ആൻഡ് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഈ 4 ഓരോന്നും എന്താണ്, ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അതിനുള്ള 1-2 എക്സാമ്പിളും കൂടെ ഓർത്ത് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ഒരു ഏരിയയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇൻ ദ സെയിൽസ് പ്രോസസ്. ഒരു സെയിൽസ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഇനിഷ്യൽ കോൺടാക്ട്, ഗ്യാദർ ദ സെയിൽസ് ലീഡ്, മീറ്റിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് കൺസേൺസ്, ക്വാളിഫൈയിങ് ദ ലീഡ്, സെയിൽസ് പ്രസൻറ്റേഷൻ. ഇതും നമ്മളൊന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ ആദ്യം വരാനേ സാധ്യതയില്ല എന്നുള്ളത് മനസ്സിലാക്കും അല്ലേ. മീറ്റിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് കൺസേൺസ് ഒരിക്കലും അത് ആദ്യം വരത്തില്ല. ക്വാളിഫൈയിങ് ദ ലീഡ് അതും ആദ്യം വരത്തില്ല. ക്വാളിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ എന്ത് വരണം? ഗ്യാദർ ദ സെയിൽസ് ലീഡ്. സെയിൽസ് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ലീഡ് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത് എന്നുള്ളൊരു ബേസിക് നമ്മളൊരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല എല്ലാം അങ്ങനെ തന്നെയാണ്, ബി കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാത്തിനും ഡി വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഏത് വരും എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. ലാസ്റ്റ് ഏതായിരിക്കും വരുന്നത്? ഇനിഷ്യൽ കോൺടാക്ട്, ഗ്യാദർ ദ സെയിൽസ് ലീഡ്, മീറ്റിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് കൺസേൺ, ക്വാളിഫൈയിങ് ദ ലീഡ്, സെയിൽസ് പ്രസന്റേഷൻ. യെസ്, ആ ഒരു മീറ്റിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് കൺസേൺ ആണ് ലാസ്റ്റ് വരുന്നത് അല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒബ്ജെക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുക, അതിനെയൊക്കെ പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ സി ആണ് ലാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും. നോക്കാം. ഫസ്റ്റ് ഗ്യാദർ ദ സെയിൽസ് ലീഡ്. നമ്മൾ സെയിൽസ് ലീഡ് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇനിഷ്യൽ കോൺടാക്ട്, അവരുമായിട്ടൊരു ഇനിഷ്യൽ കോൺടാക്ട്, അവർ പ്രോസ്പെക്റ്റ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് നമ്മളൊന്ന് പോകുന്നു, കോൺടാക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ക്വാളിഫൈയിങ് ദ ലീഡ്. ഇനിഷ്യൽ കോൺടാക്ട് കഴിഞ്ഞിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവരും ഓക്കെ ആണ്, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ലീഡ് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നു. ദെൻ സെയിൽസ് പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രസൻറ്റേഷൻ നടത്തുന്നതല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. എന്നിട്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒബ്ജെക്ഷൻസും കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ മീറ്റ് ചെയ്യുന്നത്. സോ അതാണ് കറക്റ്റ് ഓർഡർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇൻ ദ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ് ലോജിക്കൽ സീക്വൻസ് ഇങ്ങനെയാണ്: ഗ്യാദർ ദ സെയിൽസ് ലീഡ് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിംഗ്. ആ ഒരു പേരുകളില്ലേ, അത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. മറ്റേത് പ്രോസ്പെക്റ്റിംഗ് എന്നുള്ള ഒറ്റ വേർഡ് പറയുന്നത് അത് തന്നെയാണ്. സെയിൽസ് ലീഡ്, പ്രോസ്പെക്ട് കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഹു മേ നീഡ് ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ആവശ്യമായിട്ടുള്ള കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ അവരുമായിട്ടൊരു ഇനിഷ്യൽ കോൺടാക്ട്, അതിനെ നമ്മൾ പ്രീ അപ്രോച്ച് അല്ലെങ്കിൽ അപ്രോച്ച്, 2 സ്റ്റെപ്സ് ആണ്. പ്രീ അപ്രോച്ച് ദെൻ അപ്രോച്ച് ആണ്. ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ അത് പറയുവാണ്. ഫസ്റ്റ് ഇൻട്രാക്ഷൻ വിത്ത് ദ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. ആ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുമായിട്ട് നമ്മളൊരു ഫസ്റ്റ് ഇൻട്രാക്ഷൻ, ഒരു ഇനിഷ്യൽ കോൺടാക്ട് വെക്കുന്നു. ദെൻ ക്വാളിഫൈയിങ് ദ ലീഡ്, ഡിറ്റർമൈനിങ് വെദർ ദ പ്രോസ്പെക്ട് ഹാസ് നീഡ്, അതോറിറ്റി ആൻഡ് എബിലിറ്റി ടു ബൈ. അപ്പം നമ്മൾ പോയ ഒരു കൺസ്യൂമറിന് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആവശ്യമായിട്ടുണ്ട്. ആ ലീഡ് ക്വാളിഫൈ ആകണം എന്നുണ്ടെങ്കിൽ, ആ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഒരു റിയൽ നീഡ് ഉണ്ടോ, അത് മേടിക്കാനുള്ള അതോറിറ്റി ഉണ്ടോ, എബിലിറ്റി ഉണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിലാണ് അവർ ക്വാളിഫൈ ആകുന്നത്. ദെൻ സെയിൽസ് പ്രസൻറ്റേഷൻ, എക്സ്പ്ലൈനിങ് പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് ആൻഡ് പെർsuading ദ പ്രോസ്പെക്ട്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അവർ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നു. ദെൻ മീറ്റിംഗ് ഒബ്ജെക്ഷൻസ് ആൻഡ് കൺസേൺ, അഡ്രസ്സിംഗ് ഡൗട്ട്സ് ഓർ റെസിസ്റ്റൻസ് അറൈസ്ഡ് ബൈ ദ കസ്റ്റമർ. ഇതാണ് അതൊരു സെയിൽസ് പ്രോസസ്. അതിൻ്റെ കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: which one of the following theory of corporate governance focuses on the principal agent conflict
where managers may prioritize their own interest over those of shareholders, thereby necessitating monitoring, ഇൻസെൻറ്റീവ്സ് ആൻഡ് കൺട്രോൾ മെക്കാനിസം. ക്വസ്റ്റ്യൻ ഇത്രയും വലുതാണ് എന്നേ ഉള്ളൂ. പക്ഷേ ആൻസർ ഭയങ്കര സിമ്പിളാണ്. ആൻസറിലോട്ട് എത്തിച്ചേരാൻ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഒരു കോപ്പറേറ്റീവ് ഗവേണൻസിൻ്റെ കുറച്ച് തിയറികളാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആ ഒരു കീവേഡ് കണ്ടോ, പ്രിൻസിപ്പൽ ഏജൻറ്റ് കോൺഫ്ലിക്റ്റ്. ബാക്കി പറയുന്ന നമുക്ക് കീവേഡ് അത് മാത്രമാണ്. ബാക്കി പറഞ്ഞിരിക്കുന്നതെല്ലാം ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് കോൺഫ്ലിക്റ്റ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഇനി എന്താണ് പ്രിൻസിപ്പൽ ഏജൻറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഓർഗനൈസേഷൻ എടുക്കുന്നു. അവിടെ ശരിക്കും പറഞ്ഞാൽ മാനേജേഴ്സ് പൊതുവേ ആ ഒരു ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എൻറ്റിറ്റീൻ്റെ ഒരു ഏജൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലേ. പക്ഷെ ചില സമയങ്ങളിൽ ആ മാനേജേഴ്സിന് ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ അവരുടെ ഇൻട്രസ്റ്റിന് മുകളിൽ തങ്ങളുടെ സ്വയം ഇൻട്രസ്റ്റിനെ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഫേമിൻ്റെ മാനേജറാണ്. അപ്പോൾ എൻ്റെ സെൽഫ് ആയിട്ടുള്ള എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മാക്സിമം സാലറി എനിക്ക് കിട്ടണം, ഒത്തിരി എഫേർട്ടൊന്നും ഇടാതെ. എന്നാൽ ആ ഒരു കോർപ്പറേറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇതൊന്നും ആയിരിക്കത്തില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കൺസ്യൂമേഴ്സിനെ സെർവ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു കോർപ്പറേറ്റിൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഇൻട്രസ്റ്റും കോർപ്പറേറ്റിൻ്റെ ഇൻട്രസ്റ്റും തമ്മിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഞാൻ വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്നെ മോണിറ്റർ ചെയ്യണം. ദെൻ എന്നെ അവരെ വഴിയിലോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻസെൻറ്റീവ്സ് തരണം. ഇനി കൺട്രോൾ മെക്കാനിസം വരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ഞാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പറയുന്ന തിയറി ഏതാണെന്നുള്ളതാണ്. മനസ്സിലായില്ല? ആ ഒരു കീവേഡിൽ നിന്ന് തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. കറക്റ്റ് ആൻസർ ഏജൻസി തിയറിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഇങ്ങനെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കണമെന്നില്ല. അതിനുള്ളൊരു സമയം നമുക്ക് അവിടെ കിട്ടണമെന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിലെ കീവേഡ് എന്താണ്, ഇവിടെ പ്രിൻസിപ്പൽ ഏജൻറ്റ് കോൺഫ്ലിക്റ്റ്, അത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്താൽ ആ ഒരു വേർഡ് ആസ് നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഏജൻസി തിയറിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനായിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.